അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾക്കിടയിൽ ഒരു പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് ഈ വീഡിയോ കേട്ടിട്ട് അവരുടെ പ്രതികരണമെന്ന് തീർച്ചയായും നമുക്കറിയേണ്ടതുണ്ട്. നൗഷാദ് കുരുവട്ടൂരിക്കും സ്വമദ് ആനവലിക്കും തെറിയൂരി കുഞ്ഞേമ്മയിനും നട്ടെല്ലെന്നൊരു സാധനമുണ്ടെങ്കിൽ അതിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ തീർച്ചയായും അവർ ഇതിന് മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പേരിലൊക്കെ പച്ച നുണകൾ തട്ടിവിടുന്നതിനുള്ള കനത്ത പ്രഹരമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. CM വലിയുള്ളാഹിയാണ് ലോകം നിയന്ത്രിക്കുന്നത്, അത് മൊബൈൽ കൊടുത്തതുപോലെയാണ്. ഇനി അള്ളാഹുവിന് യാതൊരു അധികാരവുമില്ല എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞതായിട്ട് പച്ച നുണ തട്ടിവിടുകയാണ് വഹാബികളെ പോലെ കുരുവട്ടൂരികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൈഖുന കാന്തപുരം ഉസ്താദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല CM വലിയുള്ളാഹിയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്. അത് തെളിയിച്ചു തരാൻ ആണായി പറഞ്ഞ ഒരു കുരുവട്ടൂരിയും ആ വിഭാഗത്തിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. നട്ടലുള്ളവർക്ക് വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയുള്ളൂ. അവര് വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്തു. പിന്നെ പൂരത്തെറികളാണ് എന്നെ ഫോണിലും അല്ലാതെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പേരിൽ മറ്റൊരു പച്ച നുണ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. അത് പച്ച നുണയാണെന്ന് തെളിയിക്കുന്ന രേഖ നാളെ നമുക്ക് അതിന് നന്നായി കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം. ശൈഖുന കാന്തപുരം ഉസ്താദല്ല, നേരെ മറിച്ച് നൗഷാദ് കുരുവട്ടൂരിയാണ്, അല്ലെങ്കിൽ മറ്റു കുരുവട്ടൂരികളാണ്, CM വലിയുള്ളാഹിയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതും ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തതുപോലെയാണ്. ഇനി അള്ളാഹുവിന് യാതൊരു അധികാരവുമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴുള്ള തർക്കം കോമാട്ടുകാലിൽ അബ്ദുള്ളയാണോ അതോ CM വലിയുള്ളാഹിയാണോ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന വിഷയത്തിലാണ്. നമുക്കാദ്യം നൗഷാദിനെ ഒന്ന് കേൾക്കാം. മശായിഖന്മാര് നമ്മൾ പറയുന്നത് നമ്മളെ ശൈഖുനാനെ കുറിച്ചും അതുപോലുള്ള മശായിഖന്മാരെ കുറിച്ചുമാണ്. മുദബ്ബിറുൽ അതും ഇതും ഒന്നാണോന്നും നമുക്കറിയില്ലല്ലോ. മശായിഖന്മാർ എന്ന് പറയുന്നത് ശൈഖുനാനെ കുറിച്ചും അതുപോലുള്ള ആളുകളെ കുറിച്ചാണ്. നമ്മളെ ശൈഖുനാനെ കുറിച്ച് തന്നെ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മളെ ശൈഖുനാനെ കുരുവട്ടൂർ ശൈഖുനെ കണ്ടില്ല നിങ്ങൾ? കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദ് കുരുവട്ടൂരിയും തെറിയൂരി കുഞ്ഞഹമ്മദും ആനവാരി സ്വമദും പറയുന്നത് ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളൊക്കെ പറയാറുള്ളതെന്നാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ശൈഖുൽ മശായിഖ്? അതിനുള്ള മറുപടിയാണ് നൗഷാദ് കൊടുക്കുന്നത്. അത് കോമാട്ടുചാലിൽ അബ്ദുള്ള തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പ്രാവശ്യം കുരുവട്ടൂരിൽ വന്നുകൊണ്ട് നബിദിന പരിപാടി എന്ന പേരിൽ ഞങ്ങൾക്ക് പോലും തുറന്നു നോക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടി വന്ന തെറി മാത്രം പറയുന്ന ഒരു സാധനത്തെ കണ്ടിട്ടില്ലേ? ആ കാലം കഴിഞ്ഞു പോകുന്ന കാലമല്ലടാ. ഇപ്പൊ പോട്ടെടുക്കണ നേരാ, അതിനല്ല ഈ മുട്ടി അവിടെ വെച്ചേ അതിലെടുത്തോണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹിച്ചു കൊടുക്കണം. കുറച്ച് ഇന്നെ നല്ലോണം സഹിക്കേണ്ടി വരും. ഇതിപ്പം തീരും തന്നെ. ആ മദീനത്തെ പള്ളി അപ്പൻ്റെ പള്ളി നമുക്ക് ഈ ജാതി തൊള്ള നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞാൽ എന്താണ് ചങ്ങാതിമാരൊക്കെ പെരുമാറ്റം തീരെ ശരിയില്ല. മശായിഖന്മാരും ദീനും ഇതിൻ്റെ ഒക്കെ മേലെ പണം, അധികാരം, ഇതെല്ലാം ഒരുത്തൻ്റെ മേലിൽ സ്വാധീനമായി പോയാൽ ഓൻ്റെ തൊള്ളേന്ന് പിന്നെ എന്തും വരാം. നല്ലോണം ശ്രദ്ധിക്കണം. വലിയ അതുകൊണ്ട് ഞങ്ങളുടെ പ്രഭാഷണം പോലും നേരാം വണ്ണം ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം തെറി പറഞ്ഞതിന്റെ പേരിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടി വന്ന ഒരു പ്രഭാഷകനുണ്ടല്ലോ, ആ പ്രഭാഷകനായ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് ഞങ്ങളുടെ ശൈഖുൽ മശായിഖ്. അതോടൊപ്പം നൗഷാദ് പറയുന്നത് ആ ചങ്ങാതി ഇങ്ങനെ തോന്നിവാസനം പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്.
അത് ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ജനങ്ങൾ അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ടായിരിക്കാം കോമാട്ടുചാലിൽ അബ്ദുള്ള മുദബ്ബിറുൽ ആലമാണോ, ലോകം നിയന്ത്രിക്കുന്ന ആളാണോ എന്ന് നമുക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടിയാണ് കുരുവട്ടൂരിസത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന വിഷയത്തിൽ ഭിന്നതയുണ്ടായിട്ടുള്ളത്. ഇത് ഇന്നലെ നൗഷാദ് കുരുവട്ടൂര് പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു ചങ്ങാതി പറയുന്ന പ്രഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന വിഷയത്തിൽ കുരുവട്ടൂരികൾക്കിടയിലുള്ള അതിരൂക്ഷമായ ഭിന്നത. മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കളെ കൊടുത്ത് ഈ സദസ്സ് തന്നെയല്ലോ. കാലങ്ങളായി മക്കളില്ലാതെ കണ്ണീരും കഷ്ടപ്പാടുമായി കഴിഞ്ഞ എത്ര ആളുകൾക്ക് ഒരു സിയാറത്ത് യാത്രയിൽ രണ്ടാം മജിദിയൊരു കലിയർ ഷരീഫിന്റെ ഭാഗത്തേക്കൊക്കെയും ഒരു വലിയ സംഘം, അതിൽ കൂടുതലും മക്കളില്ലാത്ത ആളുകളെ മാത്രം തെരഞ്ഞെടുത്തു. വർഷങ്ങൾക്കപ്പുറം ഒരു യാത്ര പോയി. അതിൽ മക്കളില്ലാതെ വന്ന എല്ലാ ആളുകൾക്കും ആ യാത്രയിൽ മക്കൾ എഴുതി കൊടുത്തു. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അയാൾക്ക് കിട്ടിയില്ല. അയാളോട് സുഖാനേരി ചോദിച്ചപ്പോ ഒരു വസുവാസ് വന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുമോ? അത് പിന്നെ നടക്കൂല. അക്കേസ് പിന്നെ നടക്കൂല. മാപ്പ് ചോദിക്കലില്ലാതെ രക്ഷയില്ല. മറിച്ച് അത് ഒരു സംഭവമല്ല, അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അല്ലാഹു അവിടുത്തെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. കോമാട്ടുചാലിൽ അബ്ദുള്ള CM വലിയുള്ളാഹിയുടെ പിൻഗാമിയാണത്രേ. ഇപ്പോൾ CM വലിയുള്ളാഹിയുടെ കദമിലെത്തിയ ആളാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. അതുകൊണ്ട് തന്നെ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് ഇപ്പോൾ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. CM വലിയുള്ളാഹി അല്ല എന്നാണ് ഈ കുരുവട്ടൂര് മൗലവി പറയുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നയാളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സിയാറത്ത് ടൂർ സംഘടിപ്പിച്ചു. ആ സിയാറത്ത് ടൂറിൽ മക്കളില്ലാത്തവരെ സെലക്ട് ചെയ്തു. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ സംശയിച്ചു പോയ ഒരാൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം മക്കളുണ്ടായി. അതാണ് ലോകം നിയന്ത്രിക്കുന്നയാളാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്നതിന് തെളിവായി കുരുവട്ടൂരി മൗലവി ഉദ്ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീരെ കുട്ടികളില്ലാത്ത ഒരു പെണ്ണിന് മറ്റൊരുത്തന്റെ ബീജം ഒരു സിറിഞ്ചിലൂടെ ആ പെണ്ണിന്റെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അവൾക്ക് മക്കൾ ഉണ്ടാകുന്നു. അപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് ഈ സിറിഞ്ചാവണ്ടേ ദജ്ജാല് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദജ്ജാലിനേക്കാൾ ലോകം നിയന്ത്രിക്കുന്നത് കുരുവട്ടൂരികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റാരാണ്? കുട്ടികളില്ലാത്തവരെ കോമാട്ടുചാലിൽ അബ്ദുള്ള സിയാറത്തിന് കൊണ്ടുപോയിട്ട് അവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകുമെന്ന് എഴുതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുണ്ടായി എന്നൊക്കെ ഇയാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഇയാളുടെ വാദത്തിന് വേണ്ടി അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി എന്ന് വെച്ചാൽ തന്നെ അത്ഭുതങ്ങൾ കാണിക്കലാണോ? ലോകം നിയന്ത്രിക്കുന്നയാളാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവ് ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഞാൻ ദജ്ജാലിനെയും സിറിഞ്ചിനെയും ഉദാഹരണമായി എടുത്തത്. പണ്ഡിതന്മാരുടെ പേരിൽ പച്ചക്കളവുകളും അവരെ തെറി വിളിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് എന്നൊരു കുരുവട്ടൂരി മൗലവി പറയുമ്പോൾ നൗഷാദ് കുരുവട്ടൂരി പറയുന്നത് ഷെയ്ഖുൽ മശായിഖാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. പക്ഷേ ലോകം നിയന്ത്രിക്കുന്നയാളാണ് എന്നെനിക്കറിയില്ല എന്നാണ് മറുപടിയായി പറയുന്നത്. ഈ വീഡിയോ ഇട്ടുകൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരു മറുപടി ലഭിച്ചത്. അവർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയൊരു ഭിന്നത നാം കാണുകയാണ്. അടുത്ത പരിപാടിയിൽ നട്ടലുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മറുപടി നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നാം ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും
മറുപടി പറഞ്ഞിട്ടില്ല. നമ്മൾ തെറി പറയുന്നു, ചീത്ത പറയുന്നു, ഗീബത്ത് പറയുന്നു എന്ന് കളവ് പ്രചരിപ്പിക്കുകയല്ലാതെ ഒന്നിനും അവർക്ക് മറുപടിയില്ല. സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് ഏറ്റെടുത്തപ്പോൾ അവർക്ക് പിന്നെ മുണ്ടാട്ടമില്ല. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ മറ്റൊരു കളവ് പൊളിച്ചെടുക്കാൻ വേണ്ടി നാളെ വീണ്ടും കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.